ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ വണ്ടിയാണ് 125. അത് നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ബാക്കിൽ ബ്രേക്ക് ഷൂ കുഴപ്പമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻസ് ഒന്നും കാണിക്കുന്നില്ല. അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റായാലും ബെൽറ്റിന് ചെറിയൊരു ക്രാക്ക് കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിംഗ് ആണ്. എന്നാലും അടുത്ത സർവീസ് നമുക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്ത് പോകാം. അപ്പോൾ നിലവിൽ മാറ്റണമെന്നില്ല, ചെറിയൊരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ എയർ ഫിൽറ്ററും അതുപോലെ പ്ലഗ് നമുക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിടാം. അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്ന വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്, ആമറോണിൻ്റെ ഇരിക്കുന്ന വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും നമ്മൾ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.8 മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററിക്ക് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് നേരെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം നമുക്ക്. ഇപ്പോൾ ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്യാമൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് GC എടുക്കണം. പിന്നെ വേറൊരു കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ പറയാത്തൊരു കംപ്ലയിൻ്റ് ആണത്. വണ്ടി ആക്സിഡൻ്റ് കേബിൾ ഫുള്ളായി ടൈറ്റായി കിടക്കുകയാണ്. വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ റൈസായിക്കൊണ്ടിരിക്കുകയാണ്. കേബിൾ നമുക്ക് മാറ്റാതെ കൊണ്ട് നിർത്തിയില്ല കേട്ടോ. വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ കേബിൾ എന്തായാലും നമുക്ക് മാറ്റേണ്ടി വരും. എന്താ പറയുക, 2 കേബിളാണ് വരിക. അതായത് കേബിൾ A ത്രോട്ടിലും B ത്രോട്ടിലും അങ്ങനെ 2 കേബിളാണ് അതിന് വരിക. അത് മാറ്റണമെങ്കിൽ തന്നെ നമുക്ക് ബോഡി ഫുള്ളായിട്ട് അയച്ചിട്ട് വേണം നമുക്ക് മാറ്റാൻ. അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ കേബിൾ നമുക്ക് എന്തായാലും മാറ്റേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നല്ല ഓയിലാണ്. പിന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് ആക്സിഡൻറ്റ് കേബിൾ കംപ്ലയിൻ്റ് ആണ്. അതാണ് മെയിൻ കംപ്ലയിൻ്റ് ഉള്ളൂ. പിന്നെ ഈ ഗാർഡൊക്കെ നമുക്ക് വേറൊരു ക്ലാമ്പൊക്കെ ഒന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം. ആക്സിഡൻറ്റിൻ്റെ കേബിൾ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ സീറ്റിൻ്റെ കവർ ഫുള്ളായിട്ട് കീറി കിടക്കുകയാണ്. സീറ്റ് കവർ മാറ്റണമെങ്കിൽ ഒന്ന് പ്രത്യേകം ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ.